They grow a thing. More than the air that I breathe. അങ്ങനെ അവർ ആ വീക്കെൻഡ് മീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. നിനക്ക് എന്താ പറയാനുള്ളത്? യു ആർ ഫ്രീ ടു സേ, ഓക്കെ? ഇവിടെ യു ക്യാൻ സേ വാട്ട് എവർ. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ പറ. എടി, എനിക്കൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല, എനിക്ക് കഴിയുന്നില്ല. ഞാൻ ശരിക്കും എന്താ അവസ്ഥയിലുണ്ടെന്നും കൂടെ എനിക്കറിയില്ല. നീ പറഞ്ഞ പോലെ ഐ എം ലവ് വിത്ത് എ പേഴ്സൺ, പക്ഷേ എനിക്ക് അറിയില്ല. ഐ എം ഫീലിംഗ് നെർവസ്. എനിക്കിതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ല. ഞാൻ എന്താ ചെയ്യേണ്ടത് നീ പറ. വാട്ട് ഡു യു മീൻ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ തെളിച്ച് പറ. ഞാൻ അയാളെക്കുറിച്ച് എപ്പോഴും തിരക്കുകാരല്ലേ. അയാളെ നീ വിചാരിക്കുന്ന പോലെ യെസ് ഐ ലവ് ഹിം, ബട്ട് ഇപ്പം തുടങ്ങിയതല്ല. ഐ വാസ് വെയിറ്റിംഗ് ഫോർ ഹിം ലൈക്ക് ഹാഫ് ഓഫ് മൈ ലൈഫ്, ലൈക്ക് എൻ്റയർ ലൈഫ് ഐ ബീൻ വെയിറ്റിംഗ് ഫോർ. നീ ഇതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ എങ്ങനെ പറയും? നീ പറ. ഞാൻ എങ്ങനെ പറയണ്ടേ? എന്തെന്ന് പറഞ്ഞിട്ട് പറയണ്ടേ? ആരെങ്കിലും വിശ്വസിക്കുമോ പറഞ്ഞാൽ തന്നെ? ഉള്ളിൽ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ കാണുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടേ ഇല്ല. പിന്നെ ഞാൻ എന്താ പറയണ്ടേ? എടി, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വിശ്വസിക്കാൻ കഴിയില്ല, അത് തന്നെ പ്രശ്നം. ആരും വിശ്വസിക്കില്ല. പക്ഷെ നിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താ ഇപ്പോൾ? എടി, എനിക്ക് എൻ്റെ മനസ്സിൽ ഫുള്ളും കാണുമ്പോൾ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കും. ബട്ട് എനിക്ക് പോയി പറയണമെന്നൊന്നുമില്ല. ഐ ഡോണ്ട് വാണ്ട്. ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ മാറിക്കൊള്ളുമായിരിക്കും. പക്ഷെ എനിക്ക് ഐ ഡോണ്ട് നോ, ഐ ഫീൽ ലൈക്ക് ഐ ഷുഡ് ആസ്ക്. അങ്ങനെയാണ് നീ പോയി ചോദിച്ചൂടെ? ഞാൻ എങ്ങനെ? എൻ്റെ ഓർമ്മ പോലും കാണില്ല. ഞാൻ എങ്ങനെ? പക്ഷെ നീ ചോദിക്കണം. ഇത്രയും വർഷം ഇതെന്താ തമാശയാ? ഇങ്ങനൊരു വശമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല നിനക്ക്. പക്ഷേ നീ സൂര്യനോട് പറയേണ്ടെന്ന് പറയുന്നത് എന്താ? അങ്ങനെയില്ല, സമയം വരുമ്പോൾ നമുക്ക് പറയാം. എനിക്ക് പെട്ടെന്ന് എങ്ങനെ പറയാൻ തോന്നിയില്ല, അതുകൊണ്ടാണ്. പറയാം, അവളോട് തീർച്ചയായിട്ടും പറയാം. ഓക്കെ. അങ്ങനെയൊരു കോളേജ് ഡേ വന്നെത്തി. അന്ന് ക്ലബ്ബ് തിരിച്ച് ജോലികൾ ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ സ്റ്റുഡൻസ്, നമ്മുടെ പോയട്രി ക്ലബ്ബ് ബാക്കി എല്ലാ ക്ലബ്ബുകാരും അവരുടേതായ ജോലികൾ കൃത്യമായി നല്ല ഭംഗിയായി ചെയ്തു വരുന്നുണ്ട്. നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ പോയട്രി ക്ലബ്ബ് ഒട്ടും മോശമാവരുത്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റി, നമ്മുടെ ഗാർഡനാണ് നിങ്ങൾക്ക് ഒബ്സർവേഷൻ ഏരിയ. അവിടെ നിങ്ങൾ കാണുന്ന ചെടികളോ മരങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഭൂമിയുമായി ബന്ധപ്പെടുത്തി എന്തെങ്കിലും നിങ്ങൾ ഒരു കവിത രചിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ കാരണം എന്താണെന്ന് എഴുതണം. ഇപ്പോൾ നിങ്ങളൊരു പ്രാണിയെക്കുറിച്ചാണ് എഴുതുന്നതെങ്കിൽ അത് നിങ്ങൾ റിയലായിട്ട് ആ ഗാർഡനിൽ കണ്ടതായിരിക്കണം. അങ്ങനെ റിലേറ്റ് ചെയ്തിട്ട് ഏറ്റവും ഭംഗിയായി ഏറ്റവും അധികം നല്ല വൊക്കാബുലറി ഒക്കെ യൂസ് ചെയ്ത് വേണം നിങ്ങൾ കവിത രചിക്കാൻ. ഓക്കെ, ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നിങ്ങൾ 11 മണിയാകുമ്പം തിരിച്ചെത്തിക്കണം. ആൻഡ് നിങ്ങൾ മറക്കരുത്, വി നീഡ് ടു ഡൂ സംതിങ് അബൌട്ട് ദിസ്. ഓക്കെ. കുട്ടികളെല്ലാവരും ടീച്ചറിനോട് യെസ് പറഞ്ഞ് വർക്ക് ചെയ്യാൻ പോയി. അങ്ങനെ ഇരിക്കെ മിന്ന, ഓ കഷ്ടം, ഇവിടെ ഉള്ള കാര്യം തന്നെ മര്യാദയ്ക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാ ചെടിയും പ്രാണിയും. ഇനി ഞാൻ എങ്ങനെ സമയം തള്ളി നീക്കും എൻ്റെ ദൈവമേ. ഹായ് റോസാപ്പൂ. ഇത് കൂട്ട് റോസാപ്പൂ ഒക്കെ ഇവിടെ പിടിക്കുമായിരുന്നോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞ് നേരെ റോസാപ്പൂ പറിക്കാനായി മുന്നോട്ട് ചെല്ലുന്നു. ഓ, ഈ ചെടിക്ക് എന്തൊരു പൊക്കവാ. അങ്ങനെ പൂ പറിക്കാൻ വേണ്ടി മിന്ന ഒറ്റച്ചാട്ടം.